ഹലോ ഗൈസേ, ഈ വടംവലിയിലേ ഫസ്റ്റ് വലി തന്നെ തോറ്റിട്ട് രണ്ടാമത്തെ വലിയും തോറ്റിട്ട് അവസാന സ്ഥാനക്കാരായിട്ട് പുറത്തു പോകുന്ന ടീമുകളെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചർച്ച ചെയ്യുന്നുണ്ട്. ഏ അതൊന്നും ചർച്ച ചെയ്യലില്ല അല്ലേ പൊതുവേ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കലുണ്ട്, ഇടയ്ക്ക് നല്ല പൊതുവേ ഉണ്ട്. അതായത് ₹1 സ്പോൺസർ പൈസ കിട്ടാണ്ട് ഫസ്റ്റ് വലി തോറ്റ്, സെക്കൻഡ് വലിയിൽ നമുക്കത് പിടിക്കണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് അതിലും തോറ്റിട്ട്, അവിടെയുള്ള എന്താ പറയുക ഫുള്ള് കളിയാക്കൽ കുറ്റപ്പെടുത്തലൊക്കെ കേട്ടിട്ട് നാട്ടിലേക്ക് പോയിട്ട് തോറ്റൂലേ പിന്നെ എന്തിനാ ഈ പരിപാടിക്ക് ഇറങ്ങണത് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരുടെ കളിയാക്കൽ കുത്തുവാക്കുകൾ അത് വേറെ. ചില ആൾക്കാരൊക്കെ ഞാൻ ഇപ്പോൾ വരാം കേട്ടോ, കടയിൽ നിന്ന് പച്ചക്കറി ഇതിപ്പോൾ വാങ്ങിക്കൊണ്ടിരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടൊക്കെ ആൾക്കാർ പലരും വടംവലി കോർട്ടിലേക്ക് എത്തണത്. അങ്ങനെയുള്ള ഒരവസ്ഥ. അപ്പോൾ ഞാൻ ഇത് പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ ചില ദിവസം ചില ടൈമിലൊക്കെ വടംവലി കഴിഞ്ഞിട്ട് രാത്രി സമയത്ത് കോർട്ടിൽ നിന്ന് പുലർച്ചെ 3-3:30 ആവും ചില സമയത്ത് വീടെത്താൻ. 3:30-4 മണിയൊക്കെ അവരൊക്കെ ഉണ്ട് പലപ്പോഴും. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ചായക്കടയിൽ കയറുന്ന സമയത്ത് അവിടെ കയറുമ്പോൾ എന്നോട് ചോദിക്കണം, നമ്മൾ കൊത്തിക്കൂട്ടമെന്ന് പറയരുത്, പാവട്ട ആൾ സ്നേഹം കൊണ്ട് പറയണത് അങ്ങനെ ഇവക്കിരെ കയറ് ജഗതി മറ്റേ ഇതിൽ കയറവര് ജഗതി പറയില്ലേ, പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. എന്നിട്ട് അടുത്ത പാട്ട് മത്സരത്തിന് കാണാതെ ലെവല്. അപ്പോൾ ഇവർ ആദ്യം തന്നെ കാണുമ്പോൾ ചോദിക്കണത് തോറ്റൂലേ ഈ ഒരു സാധനമാണ്. അപ്പോൾ അത് ഞാൻ ആലോചിക്കുന്നുണ്ട്, അങ്ങനെയുള്ള നമ്മൾ ഈ ജയിച്ച ആളുകളെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അല്ല, അത് വേണം, അത് നല്ലതാണ്, അടിപൊളി എന്തായാലും ചെയ്യണത്. പക്ഷേ ഈ തോറ്റ ആളുകളെയും പ്രോത്സാഹിപ്പിക്കണമെന്നാണ് കേസ് എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കേട്ടോ. അത് സംഗതി എന്താ വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ എൻ്റെയൊക്കെ നാട്ടിലെ ടീമിന് മുമ്പ് ആദ്യമായിട്ടൊരു പ്രൈസ് കയറിയപ്പോൾ അവർ ഇപ്പോൾ അതായത് പുറത്തുനിന്ന് ഒരാളെയൊക്കെ കോച്ചിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സംഭവമൊക്കെ ആയിരിക്കും. നമ്മൾ ഒരാളെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അത്രയും ടൈം അവർ സ്പെൻഡ് ചെയ്യണതല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായ നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ, അവർക്ക് അവർ കുടുംബവും പരിപാടികളൊക്കെ ഉണ്ടാവില്ലേ, വീട്ടുകാരും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവർ കയ്യിൽ നിന്ന് എടുത്തിട്ട് വടം വാങ്ങിയിട്ട് പുതിയ കോർട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ റോട്ടിൽ കയ്യും കാലൊക്കെ ദാശമായിട്ട്. ഒരു ദിവസം ഇപ്പോൾ പുതിയ ടീമൊക്കെ ആണെങ്കിൽ അവർ ട്രയൽ അടിച്ചിട്ട് കയ്യും കാലൊക്കെ പൊളിഞ്ഞിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ 2 ദിവസം പണിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഇടുപ്പ് ഉളുക്കിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അവർ വണ്ടിയുടെ EMI അത് ഇത് ഹോം ലോണ് ചിട്ടി, അതേപോലെ അണ്ണന്മാർ, ഇങ്ങനെ കുറേ സാധനം ഉണ്ടാവില്ലേ. അതുപോലെ വീട്ടിലാർക്കെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയുള്ള ആളുകൾ കോർട്ടിലേക്ക് വരുമ്പോഴേ അവർ ഫസ്റ്റ് വലി തോറ്റു രണ്ടാമത്തെ വലി തോറ്റു അങ്ങനെ പോകുമ്പോൾ അവർക്ക് അടുത്ത കോർട്ടിന് വരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷേ സ്പോൺസർ കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും, ഫുള്ള് പുച്ഛം പരിഹാസം പരിപാടികളൊക്കെ ആയിരിക്കും ഇങ്ങനെ. അപ്പോൾ ഞാൻ ആലോചിക്കണത് അവരെ സംബന്ധിച്ചോളെ ഒന്നും വേണ്ട, ഒരു കാലിച്ചായ കുടിക്കാനുള്ള പൈസ ഉണ്ടല്ലോ, ഒരു ₹250 ₹250 ആരെങ്കിലും ഇപ്പോൾ അവിടെ എന്താ പറയുക കമ്മിറ്റിയോ ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാവും തോന്നുന്നു, ഭയങ്കര ഊർജ്ജമായിരിക്കും തോന്നുന്നു കേസ്. ഇനി ₹250 അയ്യേ ഇതെന്താ മോശം പൈസ അങ്ങനെ വിചാരിക്കണം കേട്ടോ. ഒന്നും കിട്ടാണ്ടിരിക്കണേക്കെ ഇത് ആരെങ്കിലും ഒരാളങ്ങനെ ഒരു 2 പേര് അങ്ങനെ 250 വെച്ചിട്ട് ₹500 വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേറൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന വേറെ സാധനം, ഈ ലൈവ് ചെയ്യുമ്പോഴേ ഇപ്പോൾ പല ആളുകളും അതായത് ഈ നാട്ടുകാർക്കില്ലേ, നാട്ടുകാരൊരു വൈബ് ശ്രദ്ധിക്കുമ്പോൾ കൊഞ്ചം അല്ലെങ്കിൽ വലിയ കാണാൻ പോകുമ്പോഴൊക്കെ അവർക്കിപ്പോൾ വമ്പൻ ടീമുകൾ വന്നിട്ട് കുറേ നേരം നിന്ന് മത്സരിക്കുന്നത് ഇതിനൊക്കെ കൂടുതൽ അവർക്കൊരു താല്പര്യം ഉണ്ടാവുക വെച്ചാൽ ഈ ഉം, വളരെ ആവേശത്തോടു കൂടി ചിലപ്പോൾ ഹോ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിക്കുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ അങ്ങനെ അതായത് ഒരാൾ എയറിൽ ഒരാൾ നിലത്ത് കാണാതെ വരുള്ളൂ, ഇങ്ങനെയൊക്കെ വടം പിടിക്കുന്നുണ്ടാവുക. പക്ഷെ എന്തായാലും അങ്ങനെയുള്ള വിളിക്കാരെ വിളി ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ നമ്മളൊരു പ്രൊഫഷണലായ രീതിയിലൊക്കെ പലപ്പോഴും ഇതിന് കാണുമ്പോൾ എന്താ വെച്ചാൽ എന്താ മാതിരി കാണിക്കണമെന്നൊക്കെ ആയിരിക്കും പലർക്കും തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, അവരൊരു തുടക്കത്തിൽ അവർ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പിന്നെ അടുത്ത കോട്ടിക്കും വരുന്നുണ്ടെങ്കിലേ അത് അതിനുള്ളൊരു വരാനുള്ളൊരു ഊർജ്ജമായിരിക്കും ആ സംഭവം തോന്നുന്നു. കൂടുതൽ നല്ല രീതിയിൽ ട്രയൽ അടിക്കാനും അതേപോലെ ആ ടീമിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ. ഇപ്പം നമുക്ക് തന്നെ അറിയണതാണ്, ഇപ്പോൾ എത്രയോ വർഷങ്ങൾ സ്പോൺസറൊന്നും കിട്ടാണ്ട് ഒരു ടീം വേറെ വല്ലവരാണ് കൈവിട്ട് പോയിട്ടുണ്ടാകും, പ്ലേയേഴ്സൊക്കെ തലങ്ങും മലങ്ങും ഒന്നുമല്ലാണ്ട് ആ ടീമിനെ കൊണ്ടുവന്ന് ഇന്ന് അടിപൊളിയായ രീതിയിൽ സ്പോൺസറും ഒക്കെ ആയിട്ട് നല്ല ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടീമൊക്കെ ആയിട്ട് മാറിയെന്ന് ടീമുകൾ കുറേ ഉണ്ട് അല്ലേ. പക്ഷേ ഇടയ്ക്ക് വെച്ച് പല ടീമുകളും പൊട്ടി പൊളിഞ്ഞ് അങ്ങനെ പോവുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ തോറ്റ് മുന്നേറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും എന്താ വെച്ചാൽ ഒരു സ്റ്റേജിൽ പൊളിഞ്ഞ് പാളീസായിട്ട് പോകുന്നുണ്ടായിരിക്കും പല ടീമുകളും. അപ്പം അവരെ കൂടെ നിർത്തുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു സാധനം എന്താണ്, ഇങ്ങനെ വടംവലിയിൽ ഫസ്റ്റ് ക്വാർട്ടർ തന്നെ തോറ്റു പോകുന്ന, അതേപോലെ സെക്കൻഡ് ക്വാർട്ടർക്ക് ഇറങ്ങിയിട്ട് വാശിയോടെ വന്നിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചോ ഇല്ലേ എന്നല്ല അതിൻ്റെ കാര്യം. 2 വലി തോറ്റു പോകുന്ന ₹1 പോലും സ്പോൺസർ കിട്ടാത്ത ആളുകൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ഊർജ്ജമായിരിക്കും തോന്നുന്നു. ഇതിപ്പോൾ ആ ടീമിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയല്ല കേട്ടോ, ഞാനൊരു പോസിറ്റീവായ ഉദ്ദേശം വെച്ചിട്ട് ഇത് പറയണത്. അപ്പോൾ അത്
എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേസ്. എനിക്ക് കബഡിക്കാർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസ തരികയാണെങ്കിൽ 1000 ഉറുപ്പ്യ കിട്ടുകയാണെങ്കിൽ ഒരു 250 ഉറുപ്പ്യക്ക് 250 ഉറുപ്പ്യ അങ്ങനെ ഒരു ടീമിന് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അത് പ്രാക്ടിക്കലി എങ്ങനെ നടക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ തന്നെ അതായത് ഇവർക്കൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഈ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അത്യാവശ്യം കാശുള്ള ഏതെങ്കിലും സ്പോൺസർമാരൊക്കെ അങ്ങനെ ആ 7 പേരും കോച്ചും അവർക്കൊരു ചായ കുടിക്കാനുള്ള പൈസ കൊടുത്താൽ മതി. ഭയങ്കര സന്തോഷമായിരിക്കും ഉണ്ടാവും. അത് കൂടുതൽ പാവങ്ങൾ നമ്മൾ കാണാതല്ലേ ചില സമയത്തൊക്കെ അങ്ങനെ അതായത് കയ്യും കാലൊക്കെ മുറിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു പൂളിൽ വമ്പ ടീമുകളുടെ കൂടെയൊക്കെ ആയിരിക്കും അവർ പൂളിൽ പെട്ടിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവർക്ക് കൂടുതൽ ഊർജ്ജം എങ്ങനെയും നമുക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അടിപൊളിയായിരിക്കും തോന്നുന്ന കേസ്. അല്ലെങ്കിൽ എന്താ അറിയോ, ഇവർ ഒരു 2-3 കോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഈ കുത്തുവാക്കും പരിഹാസം ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ കയ്യും കാലും നാശമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ പിന്നീട് അവർക്ക് അതിൽ ആ ഫീൽഡിൽ ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മുടെ ഭൗതികമായ സാഹചര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും മാനസികമായിട്ടുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ടീം ചിലപ്പോൾ പൊളിഞ്ഞു കൊണ്ടുപോകും. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഓണവലിയുടെ ആരോഗ്യം ഒരു പ്രൊഫഷണൽ വടവലി മത്സരത്തിലുണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല കേസ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന ഒരു സാധനം അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓണവലിയുടെ വൈബിൽ വരുന്ന ടീമുകളുണ്ടാവില്ലേ, തനി നാടൻ രീതിയിൽ വരുന്ന ടീമുകൾ, അങ്ങനെയുള്ള ടീമുകളെ ആരെങ്കിലുമൊക്കെ കൂടെ ചേർത്ത് നിർത്താനുണ്ടെങ്കിൽ അടിപൊളിയാവും തോന്നുന്നു കേസ്.